ഓഗസ്റ്റ് 2-ന് ലോകം ഇരുട്ടിലാകാൻ പോകുന്നു. പകൽ രാത്രിയായി മാറും. അറബ് രാജ്യങ്ങളെല്ലാം അന്ധകാരത്തിലാഴും. 100 വർഷത്തിനിടെ ആ അപൂർവ പ്രതിഭാസം സംഭവിക്കാൻ പോകുന്നു. സൂര്യഗ്രഹണം എന്ന് കേൾക്കുമ്പോൾ പണ്ട് എക്സ്റേ ഫിലിമുമായി കാത്തുനിന്ന ഒരു കുട്ടിക്കാലം ഓർമ്മ കാണും ചിലർക്കെങ്കിലും. ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ടോ? മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ഈ അപൂർവ പ്രതിഭാസത്തിന് ഭൂമി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 100 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ആണിത്. കൂടുതൽ അറിയാം ഇൻഡെപ്തിലൂടെ. 2027 ഓഗസ്റ്റ് 2-നാണ് ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം. ഏകദേശം 6 മിനിറ്റും 23 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് സംഭവിക്കാനിരിക്കുന്നത്. 1991-നും 2114-നും ഇടയിൽ കരയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ഇത് പൂർണ്ണമായി ദൃശ്യമല്ലെങ്കിലും ഭാഗികമായി സൂര്യഗ്രഹണം കാണാൻ നമുക്കും സാധിക്കും. ഈ സമയത്ത് ലോകത്തിന്റെ വലിയൊരു ഭാഗത്ത് സൂര്യൻ കാഴ്ചയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്നാണ് പറയപ്പെടുന്നത്. ചന്ദ്രൻ സൂര്യനെ മൂടുമ്പോൾ ആകാശം സന്ധ്യ പോലെ തോന്നിപ്പിക്കുകയും തിളങ്ങുന്ന സൗരവലയം ദൃശ്യമാവുകയും ചെയ്യും. യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ഗ്രഹണപാത മൊറോക്കോ, ഈജിപ്റ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പൂർണ്ണമായും ഇരുട്ട് വരുത്തും. ലോകത്തെ നിമിഷങ്ങളോളം നിശ്ചലമാക്കുന്ന ഈ അവസ്ഥയിൽ അന്തരീക്ഷവായു തണുക്കും, പക്ഷികൾ നിശബ്ദമാകും. സാധാരണ നിലയിൽ അദൃശ്യമായ ബാഹ്യ അന്തരീക്ഷം ഒരു പ്രകാശവലയമായി മാറും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ സമയം ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള സ്ഥാനത്തായിരിക്കും. അതേസമയം ചന്ദ്രനാകട്ടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരിജിയിലായിരിക്കും. ഈ സംയോജനം മൂലം ചന്ദ്രൻ പതിവിലും കൂടുതൽ സമയം സൂര്യനെ മറച്ചുവെക്കും. ടോട്ടാലിറ്റി എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത്. 2027 ഓഗസ്റ്റ് 2-ന്റെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു 258 മുതൽ 275 കിലോമീറ്റർ വീതിയുള്ള പാതയിൽ ദൃശ്യമാകും. ഈ പാത അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആരംഭിച്ച തെക്കൻ സ്പെയിനിലെ ഗിബ്രാൾട്ടർ, മൊറോക്കോ, അൾജീരിയ, ട്യൂണീഷ്യ, ലിബിയ, ഈജിപ്ത്, സൗദി അറേബ്യ, യമൻ, സൊമാലിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകും. ഈജിപ്തിലെ ലക്സറിലായിരിക്കും ഏറ്റവും ദൈർഘ്യമേറിയ ടോട്ടാലിറ്റി ദൃശ്യമാവുക. ഇന്ത്യയിൽ പൂർണ്ണഗ്രഹണം ദൃശ്യമല്ലെങ്കിലും ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ 4:30 മുതൽ സൂര്യാസ്തമയം വരെ ഭാഗികമായി ഗ്രഹണം കാണാനാകും. അതും കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ മാത്രം. ഓഗസ്റ്റ് 2 കേട്ടതോടെ ഈ വർഷം സൂര്യഗ്രഹണം ഉണ്ടാകുമോ എന്ന് ഇന്റർനെറ്റ് തിരയുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 2025-നെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 2-ന് സൂര്യഗ്രഹണം ഉണ്ടാകില്ലെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 2027 ഓഗസ്റ്റ് 2-ന് വരാനിരിക്കുന്ന സൂര്യഗ്രഹണം വിശാലവും ദൈർഘ്യമേറിയതുമായതിനാൽ വിവിധ ഭൂഖണ്ഡങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്കും ആകാശ നിരീക്ഷകർ, ശാസ്ത്രജ്ഞർ, ഫോട്ടോഗ്രാഫർമാർ എന്നിവർക്കും ഈ ആകാശ പ്രതിഭാസം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അനുഭവമായിരിക്കും. നാസയുടെ പാർക്കർ സോളാർ പ്രോബ്, ESAയുടെ സോളാർ ഓർബിറ്റ് തുടങ്ങിയ ദൗത്യങ്ങൾക്ക് ഈ ഗ്രഹണം ഉപകാരപ്രദമായ ഡേറ്റ നൽകും. കൂടാതെ താപനിലയിലെ മാറ്റങ്ങൾ, മൃഗങ്ങളുടെ പെരുമാറ്റ വ്യതിയാനങ്ങൾ, അന്തരീക്ഷ വൈദ്യുതീകരണം എന്നിവയെക്കുറിച്ചും ഗവേഷണങ്ങൾ നടത്താൻ ഈ സംഭവം സഹായിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.